Question number 7 നമ്മൾ നോക്കുകയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് the sum of two real numbers is a positive integer n and the sum of their squares is n plus 1012 എന്ന് തന്നിട്ടുണ്ട്. Find the maximum possible value of n എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഏതൊക്കെയാണ്? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് നമുക്ക് a, b ആയിട്ട് എടുക്കാം. ഓക്കെ, a, b ആയിട്ട് നമ്മൾ എടുത്താൽ നമുക്കറിയാം എന്താണ് a plus b is equal to n ആണെന്ന് തന്നിട്ടുണ്ട്. Again എന്താ പറഞ്ഞിട്ടുള്ള സം ഓഫ് ദെയർ സ്ക്വയേഴ്സ് എന്ന് പറയുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് 1012 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഈ എ പ്ലസ് ബീനെ ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. ഓക്കെ, എല്ലാവർക്കും അറിയുന്നതാണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഇപ്പോൾ എ പ്ലസ് ബിക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? എ പ്ലസ് ബി എൻ ആണ് നമുക്കറിയാം. ഓക്കെ, എ പ്ലസ് ബി എൻ ആണെന്നറിയാം. സോ എൻ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇവിടെ ഉണ്ട്, n plus 1012 എന്നുണ്ട്. സോ n plus 1012 പ്ലസ് 2ab എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ 2abനെ മാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 2ab ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ മൈനസ് എൻ മൈനസ് 1012. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ab ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ മൈനസ് എൻ മൈനസ് 1012 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇനി എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ? എ മൈനസ് ബി ഹോൾ സ്ക്വയർ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab ആണ്. ഓക്കെ, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab ആണ്. എഗെയിൻ നമുക്കറിയാം എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എയും ബിയും രണ്ട് റിയൽ നമ്പേഴ്സാണ്. അതിൻ്റെ ഡിഫറൻസ് എടുത്ത് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ആ ഒരു വാല്യൂ എന്തായിരിക്കണം? എന്തായാലും സീറോയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആയിരിക്കണം. സീറോയോ അല്ലെങ്കിൽ പോസിറ്റീവോ ആയിരിക്കണം അല്ലേ? ഇതൊരു സ്ക്വയർ ആയതുകൊണ്ട് തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഈ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഈ ഒരു ഇക്വേഷനെ അങ്ങനെ എഴുതി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ? കാരണം ഇതെന്താണ്? എ മൈനസ് ബി ഹോൾ സ്ക്വയർ തന്നെയാണ് ഈ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് 4ab എന്ന് പറയുന്നത്. ഓക്കെ, എഗെയിൻ നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി എന്താ? എൻ. അപ്പോൾ എൻ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ബി എന്താ? എ ബി നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ബിനെ എൻ സ്ക്വയർ മൈനസ് എൻ മൈനസ് 1012 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇതെന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഈ 4ഉം 2ഉം ക്യാൻസൽ ചെയ്ത് നമുക്ക് 2 എന്ന് എഴുതാം. എഗെയിൻ ഇതൊന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നുണ്ട്. നമുക്ക് എന്ത് കിട്ടി? എൻ സ്ക്വയർ മൈനസ് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 2n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 24 എന്ന് കിട്ടി, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മൈനസ് എൻ സ്ക്വയർ പ്ലസ് 2n പ്ലസ് 24 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നമ്മൾ ജസ്റ്റ് രണ്ട് സൈഡും -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? എൻ സ്ക്വയർ മൈനസ് 2n മൈനസ് 24 ഗ്രേറ്റർ ദാൻ അല്ല ലെസ് ദാൻ ആവും അല്ലേ? നെഗറ്റീവ് വാല്യൂ വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ 0 ആ ഇനീക്വാളിറ്റി ചേഞ്ച് ആയിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ 0 ആവും. ഓക്കെ, നമുക്ക് കിട്ടി എൻ സ്ക്വയർ മൈനസ് 2n മൈനസ് 24 എന്തായിരിക്കണം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ഇതിൽ നമുക്ക് എൻ സ്ക്വയർ മൈനസ് 2n മൈനസ് 24 ഈക്വൽ ടു 0 എന്നുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്നിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂസ് എന്തായിരിക്കും? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് മൈനസ് ഓഫ് മൈനസ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഉണ്ട് അല്ലേ? അപ്പം റൂട്ട് ഓഫ് 4 മൈനസ് 4 ഇൻറ്റു ac 4 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് ഓഫ് 2024. ഓക്കെ, ഡിവൈഡഡ് ബൈ 2a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 1 വിച്ച് ഈസ് ഈക്വൽ ടു 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് ഓഫ് എന്ത് വരും? 8096 എന്ന് വരും. 8096 എന്ന് വരും ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 പ്ലസ് 8096 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 8100 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഓർ മൈനസ് 8100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം 9ൻ്റെ 81ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 9 ആണ്. അങ്ങനെയാണെങ്കിൽ 8100ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 90 ആയിരിക്കും ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എന്നെങ്കിൽ 92/2 ഓർ നമുക്ക് പറയാൻ പറ്റും 2 മൈനസ് 90 മൈനസ് 88/2. അപ്പോൾ എന്നിൻ്റെ വാല്യൂസ് എന്തൊക്കെയായിരിക്കും?
-46 ഓർ എന്തെന്ന് കിട്ടി -44 ആണ് കിട്ടി. ഓക്കെ, സോ ഇവിടെ ഒരു ഇനീക്വാളിറ്റി ആണ് നമുക്കുള്ളത് അല്ലേ, ഇവിടെ ഒരു ഇനീക്വാളിറ്റി ആണുള്ളത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും n ബിലോങ്സ് ടു -44, 46. ഈ ഒരു സെറ്റ് നമുക്ക് കാണുമ്പം നമുക്ക് മനസ്സിലാവും എന്നിന് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന വാല്യൂ എന്താണ് 46 ആണ്. അപ്പോൾ നമുക്ക് എന്നിന് 46 എടുക്കുകയാണെങ്കിൽ എയും ബിയും 23. ഓക്കെ, എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു 23 നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, a + b ഈസ് ഈക്വൽ ടു 46 എന്ന് കിട്ടും. a² + b² എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 23² + 23², 529 + 529 1058 എന്ന് കിട്ടി. ഓക്കെ, 1058 എന്നത് എന്താണ്, a + b, ഇവിടെ n ഈസ് ഈക്വൽ ടു 46 ആണ്. അപ്പം n + 1012 എന്ന് പറയുന്നത് 46 + 1012 ഈക്വൽ ടു 1058. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, എക്കും ബിക്കും 23 കൊടുക്കുമ്പോൾ n 46 എന്നും കിട്ടും, a² + b² എന്നത് 1058 എന്നും കിട്ടും അല്ലേ. a² + b² എന്നത് n + 1012 ആണെന്നും കിട്ടി. സോ എന്താണ്, n നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എന്ന് പറയുന്നത് 46 ആയിരിക്കും.